നാലു ചുറ്റും വെള്ളം നിറഞ്ഞ ഒരു ഐലൻഡിൽ ഒരു കാട്ടാനയും അതിൻ്റെ കുഞ്ഞിനുമൊപ്പം മണിക്കൂറുകളോളം നടക്കാനുള്ളൊരവസരം. അത്യപൂർവമായിട്ട് മാത്രം കിട്ടുന്ന ഇങ്ങനൊരു അവസരം കിട്ടിയ ഒരു കഥയാണ് ഇന്ന്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ക്രിഷ് വാണ്ടർലസ്റ്റ്. പാലക്കാട് ജില്ലയിലുള്ള പറമ്പിക്കുളം ഫോറസ്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പറമ്പിക്കുളത്ത് തന്നെ യുണീക്കായിട്ടുള്ള സ്റ്റേജിലൊന്നായ വീട്ടിക്കുന്ന് ഐലൻഡിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. ആനപ്പാടി ഇൻ്റർപ്രിറ്റേഷൻ സെൻറ്ററിലെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം ഒരു ഗൈഡിനെയും കൂട്ടി നമ്മളിപ്പോൾ നേരെ പോകുന്നത് പറമ്പിക്കുളത്തേക്കാണ്. അവിടെ നിന്നും ഇടത്തേക്ക് നേരെ ബോട്ട് ലാൻഡിംഗ് ഏരിയയിലേക്ക് പോയി അവിടെ നിന്നാണ് വീട്ടിക്കുന്ന് ഐലൻഡിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്, അതും ഒരു ഫൈബർ ബോട്ടിൽ. ഈ ഒരു വീട്ടിക്കുന്ന് ഐലൻഡിലെ സ്റ്റേക്ക് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നത് ഒരു ഫോറസ്റ്റ് ഗൈഡും 4 ബോട്ട്മെനുമാണ്. ഇതാണ് പറമ്പിക്കുളം ജംഗ്ഷൻ. ഇവിടെ നിന്ന് ഇടത്തേക്ക് കിടക്കുന്ന റോഡിലൂടെയാണ് നമ്മൾ ബോട്ട് ലാൻഡിംഗ് ഏരിയയിലേക്ക് പോകേണ്ടത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു ഏരിയ ആണ് ഇവിടുത്തെ ബോട്ട് ലാൻഡിംഗ് ഏരിയ. ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ടിലേക്ക് കയറേണ്ടതും 4 ബോട്ട് തുഴയുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതും. ഇവരൊക്കെ ബോട്ട് തുഴയുക മാത്രമല്ല ചെയ്യുന്നത്, നമുക്ക് വേണ്ട ഫുഡ് കുക്ക് ചെയ്ത് തരുന്നതും ഇവർ തന്നെ ആയിരിക്കും. ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഒരുപാട് കാടിൻ്റെ കഥകൾ നമുക്ക് ഇവരുടെ നിന്ന് കേൾക്കാനായിട്ട് പറ്റും. ഏകദേശം 1.5 മണിക്കൂർ ഇവിടെ നിന്ന് ബോട്ട് തുഴഞ്ഞാണ് നമുക്ക് വീട്ടിക്കുന്ന് ഐലൻഡിൽ എത്തേണ്ടത്. ഈ റിസർവോയിലൊക്കെ മുതലേ ഉണ്ടെങ്കിലും ഇന്ന് വരെ ആരെയും അറ്റാക്ക് ചെയ്തതായിട്ട് ചരിത്രമില്ല. ചുറ്റുപാടുമുള്ള മലനിരകളൊക്കെ കണ്ടിട്ട് ഈ പോകുന്ന ബോട്ടിലെ യാത്ര തന്നെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 100 കണക്കിന് കോർമറൻസും ടേൺസൊക്കെയാണ് ഈ ഒരു റിസർവോയറിൻ്റെ കരയിൽ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്നത് ഇര പിടിക്കാനായിട്ട്. അങ്ങനെ 1.5 മണിക്കൂറത്തെ ബോട്ട് യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ കര കണ്ടിട്ടുണ്ട്. ബോട്ട് സേഫായിട്ട് കെട്ടിയിട്ടതിന് ശേഷം നമ്മളിവിടെ നിന്ന് നടന്ന് നേരെ മുകളിലുള്ള വീട്ടിക്കുന്ന് ഐലൻഡ് സ്റ്റേയിലേക്കാണ് പോകുന്നത്. വീട്ടിക്കുന്ന് ഐലൻഡ് പണ്ടൊരു കമ്മ്യൂണിക്കേഷൻ ഔട്ട് പോസ്റ്റ് ആയിരുന്നു. അതിനെ റീപർപ്പസ് ചെയ്താണ് ഇപ്പോൾ ഒരു സ്റ്റേ ആയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പേര് വീട്ടിക്കുന്ന് ഐലൻഡ് നെസ്റ്റ് എന്നാണ്. ബോട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നും ചെറിയൊരു കയറ്റം കയറിയിട്ട് വേണം 5 പേർക്ക് മാത്രം സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു നെസ്റ്റിലേക്ക് വരാൻ. നിറയെ വൈൽഡ് അനിമൽസ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ 4 ചുറ്റും ട്രെഞ്ച് കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ തടി ബ്രിഡ്ജിലൂടെയാണ് കടക്കുന്നതും ഇറങ്ങുന്നതും. ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റേ ആണ് നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നത്. ഒരുപാട് സൗകര്യങ്ങളൊന്നും ഇവിടെ അവൈലബിൾ അല്ല. പക്ഷേ ഒരു റിസർവ് ഫോറസ്റ്റിൻ്റെ നടുക്ക് ഒരു ഐലൻഡിൽ ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ ബിൽഡിങ്ങിലാകെ 5 ബെഡും 3 ബാത്റൂമുമാണുള്ളത്. അറ്റ് എ ടൈം ഇവിടെ മാക്സിമം 5 പേരെ മാത്രമേ അനുവദിക്കാറുള്ളൂ. ഈ പാക്കേജിൽ ഫുഡ് അവൈലബിൾ അല്ല. നമ്മൾ ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് മേടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരത് കുക്ക് ചെയ്ത് തരും. ഇവിടുത്തെ സ്റ്റേയിലെ ചെക്ക് ഇൻ ടൈം ഉച്ചയ്ക്ക് 12 മണിയാണ്. ഇതൊരു ഐലൻഡിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും ആ ഐലൻഡിനുള്ളിലെ കാട്ടിൽ തന്നെ നമുക്ക് ചെറുതായിട്ട് കറങ്ങി നടക്കാനായിട്ട് സ്ഥലങ്ങളുണ്ട്. അവിടെ തന്നെ ഒരുപാട് വൈൽഡ് അനിമൽസിലെ കാണാനുള്ള ചാൻസസും. സോ വന്ന് ബാഗെല്ലാം വെച്ചൊന്ന് സെറ്റിലായതിനു ശേഷം നമ്മൾ ഈ ഐലൻഡിന് ചുറ്റും ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. വാസ്റ്റായിട്ടുള്ള ഈ റിസർവോയർ ഏരിയയും ചുറ്റുമുള്ള മലകളും പച്ചപ്പൊക്കെ ആയിട്ട് ഈ പറമ്പിക്കുളം വീട്ടിക്കുന്ന് ഐലൻഡിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണ്. ഈവനിങ് സമയത്തൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള റിവർ ബാങ്കിലൊക്കെ പലതരത്തിലുള്ള ആനിമൽസും വന്ന് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. ഒരു ആനക്കൂട്ടം വന്ന് വെള്ളം കുടിച്ച് പോയതിൻ്റെ സൈൻസാണ് ഈ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നല്ലതുപോലെ ഫുഡും വെള്ളവും ഉള്ളതുകൊണ്ട് മൃഗങ്ങളുടെ പ്രസൻസും വളരെ കൂടുതലാണ്. കാഴ്ചകളൊക്കെ കണ്ട് വളവ് തിരിഞ്ഞ് നേരെ ചെന്ന് കയറിയത് ഈ ഒരു ആനയുടെയും അതിൻ്റെ കുട്ടിയുടെയും ഫ്രണ്ടിലേക്കാണ്. ആദ്യം ഞങ്ങളും ആനയും ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് ഞങ്ങൾ ആനയ്ക്കൊരു ത്രെട്ടല്ല എന്ന് തോന്നിയതുകൊണ്ടാവും അവർ വളരെ കാമായിട്ട് നിന്ന് മേയുകയായിരുന്നു.
അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ സേഫായിട്ട് നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഏഷ്യൻ എലിഫൻസ് പൊതുവേ ഒരു ഹേർഡായിട്ടാണ് കാണപ്പെടാറുള്ളത്. പ്രത്യേകിച്ച് കുട്ടിയുള്ള സമയത്ത് ഒരു കൂട്ടം ആനകളാണ് ഒരുമിച്ച് നടക്കാറ്. അങ്ങനെ ഒരു കൂട്ടം ഇവിടെ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും ആരെയും തന്നെ കണ്ടില്ല. ഇവർ രണ്ടുപേരും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാട്ടിൽ ഫുഡ് തേടി കണ്ടുപിടിച്ച് കഴിക്കുന്നതിനും മറ്റുമുള്ള ക്ലാസ് പോലെയാണ് ഞങ്ങൾക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഈ ആന അതിൻ്റെ കുഞ്ഞിന് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഞങ്ങളുടെ പ്രസൻസ് അറിയാം എന്നുള്ളതുകൊണ്ടാണ് എപ്പോഴും കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു സൈഡ് ചേർത്താണ് ആന കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആനകൾ വളരെ പ്രൊട്ടക്റ്റീവ് ആണെന്നറിയാലോ. ഇതൊരു ഐലൻഡ് ആയതുകൊണ്ടാവാം ഇവർ രണ്ടുപേര് മാത്രമായിട്ട് ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. കാരണം ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വേറൊരു ഐലൻഡിൽ നിന്നും നീന്തി വേണം കയറി വരാനായിട്ട്. അപ്പോൾ എല്ലാ സമയത്തും ആനകളുടെ കൂട്ടം മൊത്തമായിട്ട് നീന്തി കയറി വരാറില്ല. മഞ്ഞ പൂക്കളും ഒക്കെ ആയിട്ട് പച്ചപ്പ് നിറഞ്ഞൊരു ബാക്ക്ഗ്രൗണ്ടിൽ ആനയും കുഞ്ഞും വരിവരിയായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ചില നല്ല ഫ്രെയിമുകളിൽ ഒന്നായിരുന്നു ഇത്. ഈ ഒരു സ്ഥലത്ത് വെച്ച് ആന കൃത്യമായിട്ട് ഞങ്ങളെ കണ്ടു. കുഞ്ഞിനെ സേഫായിട്ട് നിർത്തി ഞങ്ങളുടെ ഓരോ മൂമെൻറ്റ്സും വാച്ച് ചെയ്താണ് പിന്നെ ആന മുന്നോട്ട് നീങ്ങിയത്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ഫുഡ് അടിയാണല്ലോ. കാരണം ഏകദേശം 300 കിലോയോളം ഭക്ഷണം ഡെയിലി വേണ്ട ആന ദിവസത്തിൽ 16 മണിക്കൂറോളം ഫുഡ് കഴിക്കുക തന്നെയാണ് ചെയ്യുന്നത്. 200 ലിറ്ററോളം വെള്ളം ആണ് ഒരു ദിവസം കുടിക്കുന്നത്. കുറ്റം പറയാൻ പറ്റില്ലല്ലോ. 2700ഓളം കിലോ ആണ് ഒരു പിടിയാനയുടെ ഭാരം വരുന്നത്. അതൊരു മെയിൽ എലിഫൻ്റ് ആണെങ്കിലോ 4000 കിലോ, അതായത് 4 ടൺ വരെ. ആ ശരീരത്തിൻ്റെ ഇങ്ങറ്റോ അങ്ങറ്റോ ഒക്കെ ഫുഡും വെള്ളമൊക്കെ എത്തണ്ടേ. ബേബി എലിഫൻറ്റ്സ് ആക്ച്വലി ഫീമെയിൽ ആണെങ്കിൽ ജീവിതകാലം മൊത്തം അവരുടെ ആ ഒരു കൂട്ടത്തിൻ്റെ കൂടെ തന്നെ കഴിച്ചു കൂട്ടാറാണ് പതിവ്. അതേസമയം മെയിൽ ആണെന്നുണ്ടെങ്കിൽ 12 മുതൽ 15 വയസ്സൊക്കെ ആകുമ്പോൾ അവർ കൂട്ടം വിട്ടു പോകും. കൂട്ടം വിട്ട് ഓടിക്കും എന്നുള്ളതാണ് ശരി. സ്വന്തം റിലേറ്റീവ്സുമായിട്ട് മേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രിക്കോഷൻ ആന എടുക്കുന്നത്. മേറ്റിങ്ങിന് സമയമാകുമ്പോൾ അവർ വേറെ ഏതെങ്കിലും കൂട്ടത്തിലുള്ള ആനകളുമായിട്ടാണ് മേറ്റ് ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് അവർ ഒരു സോളിറ്ററി ലൈഫ് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. ചില സമയത്ത് ഒരുപാട് മെയിൽ എലിഫൻസ് ചേർന്നിട്ടൊരു ഗ്രൂപ്പായിട്ട് നടക്കുന്നതും കാണാറുണ്ട്. അപ്പോൾ ഒരു ആനക്കൂട്ടം അല്ലെങ്കിൽ എലിഫൻറ്റ് ഹേർഡ് എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ആയിട്ടുള്ള എലിഫൻറ്റ്, മാട്രിയാർക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത്, ഏറ്റവും തലമൂത്ത പെണ്ണാന, അത് ലീഡ് ചെയ്യുന്ന ഒരു ഫീമെയിൽ എലിഫൻസ് അടങ്ങുന്ന ഗ്രൂപ്പായിരിക്കും. ഫുഡ് കഴിക്കുന്ന സമയത്ത് പോലും ആ കുഞ്ഞിനെ ഫുൾ ടൈം പ്രൊട്ടക്റ്റ് ചെയ്ത് സ്വന്തം ശരീരത്തിനോട് ചേർത്ത് പിടിച്ചാണ് അമ്മയാനം നിർത്തിയിരുന്നത്. ഈ റിസർവോയറിൻ്റെയും കാടിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ അമ്മയും കുഞ്ഞും കൂടി ഇങ്ങനെ നടന്നു പോകുന്നൊരു കാഴ്ചയുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രെയിംസിൽ ഒരെണ്ണമാണത്. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവിടെ ആനയുടെ മറ്റും പ്രസൻസ് ഇല്ല എന്നാണ് ബോട്ടിലുള്ള ആൾക്കാർ പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ ഭാഗ്യത്തിന് ഇത്രയും സമയം ഇത്രയും നല്ല കാഴ്ചകളും ഫ്രെയിമും ഒക്കെ ആയിട്ട് ആനകളുടെ പുറകെ നടക്കാൻ പറ്റുമെന്ന് ജീവിതത്തിൽ വിചാരിച്ചതല്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അതാണ് കാട്. യു ജസ്റ്റ് ഹാവ് ടു ബി അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. ഈ പിടിയാനയ്ക്ക് അത്യാവശ്യം പ്രായം തോന്നിക്കുന്നുണ്ട്. അതിൻ്റെ ദേഹത്ത് പ്രായത്തിൻ്റേതായ പല അടയാളങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുമുണ്ട്. കുട്ടിയാന ഉള്ള സമയത്ത് കേരളത്തിലെ ഒരു കാട്ടിൽ ആനയെ അടിക്കാനായിട്ട് ധൈര്യം കാണിക്കുന്ന ഒരേ ഒരാൾ കടുവയാണ്. മേ ബി ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് ടൈഗേഴ്സൊന്നും അങ്ങനെ ഈസി ആയിട്ട് കയറി വരില്ല എന്നുള്ള വിശ്വാസമായിരിക്കാം ഇവിടെ ഇവരെങ്ങനെ നിർത്തുന്നത്. ആനകളുടെ ഡയറ്റിൽ മെയിനായിട്ട് വരുന്ന സാധനങ്ങൾ മരത്തിൻ്റെ തോല്, പുല്ല്, പലതരം ക്രോപ്പുകൾ, ബാംബു, പല വേരുകളൊക്കെയാണ്. ഫുഡൊക്കെ കഴിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ഞങ്ങൾ നിൽക്കുന്നുണ്ട്, അലേർട്ടായിട്ട് നിൽക്കുന്നുണ്ടോ. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഹെവി മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാക്കാണ്ട് മിണ്ടാതെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. ആ വള്ളിയായിട്ട് പടർന്നു കിടക്കുന്ന ഇലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കുട്ടിയാനയ്ക്ക് അത് നേരിട്ട് എത്താത്തത് കൊണ്ട് അമ്മയാന അത് താഴേക്ക് വലിച്ച് കുട്ടിക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു. നമ്മൾ താമസിക്കുന്ന വീട്ടിക്കുന്ന് ഐലൻഡ് നെസ്റ്റിന് തൊട്ട് താഴെയാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ട ഒരു ആവശ്യം വന്നില്ല. പിന്നെ ഈ ആനയുടെ പുറകെ പോയി അത് ക്രോസ് ചെയ്ത് പോയതിന് ശേഷം വേണം നമുക്ക് മേളിലേക്ക് കയറി ഐലൻഡ് നെസ്റ്റ് വരെ എത്താനായിട്ട്. അങ്ങനെ ഒരുപാട് സമയം അവിടെ നിന്ന് മേഞ്ഞിട്ട് പതിയെ ആന വേറൊരു സൈഡിലേക്ക് മൂവ് ചെയ്തു. തൊട്ട് പുറകെ ഞങ്ങളും ഐലൻഡ് നെസ്റ്റിലേക്ക് കയറാനായിട്ട് അതേ വഴിയെ പോയി. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ബോട്ട് കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്.
ഇത്രയും കളർഫുള്ളും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സൺസെറ്റ് ഞാൻ കണ്ടിട്ട് എത്രയോ വർഷങ്ങളായി. ഐലൻഡ് നെസ്റ്റിലെ സ്റ്റേയുടെ അട്രാക്ഷൻസ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ അതിൽ നമ്പർ 1 ആയിട്ട് ഈ ഒരു സൺസെറ്റ് ഞാൻ പറയും. ഇന്നലെ വെളിച്ചം പോകുന്നത് വരെ സൺസെറ്റ് കണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ വെച്ച് പ്രിപ്പയർ ചെയ്ത ഡിന്നറും കഴിച്ചിട്ട് ഞങ്ങളെല്ലാം കിടന്നുറങ്ങി. ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ള ട്രെക്കിംഗ് ആണ് ഇപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുഴുവൻ സമയം ആനയുടെ കൂടെ സ്പെൻഡ് ചെയ്തതുകൊണ്ട് ആനയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വേറെ ഏതെങ്കിലും വൈൽഡ് അനിമൽസിനെ കാണാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ചിന്ത. അനിമൽസിനെ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു റിസർവോയറിൻ്റെ ഭംഗി കാണാൻ തന്നെ നമുക്ക് ഈ ട്രെക്കിംഗ് വെർത്താണ്. ഇതൊരു ആനയുടെ അസ്ഥികൂടമാണ്. ഇത് കണ്ടപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഡോക്ടർ പ്രവീൺ എക്സൈറ്റഡ് ആയി. എനിക്ക് ആനയുടെ പല്ലിൻ്റെ വെച്ചല്ലേ, നമ്മൾ പല്ല് എത്ര തേയുന്നു എന്നുള്ള വെച്ച് പറയാം. പിന്നെ ആക്ച്വലി സ്പീക്കിംഗ് പല്ലല്ലേ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബോണിൻ്റെ ഇത് വെച്ച് പറയാം. ഈ ബോണിൻ്റെ തൈ ബോണോ? അതാണ് ബോൺ. അത് കട്ടിയുള്ള അതാണ് ജോയിന്റ്. താണ്ടെ ഇതുണ്ടല്ലോ, ഇതിന് ഭയങ്കര ബോണാണ്. ഇതാണ് ജോയിന്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. സെർവിക്കലാണോ അതോ ഇവിടുത്തെ ഇലിയാക് ബോൺ. ഇത് ബോൺ ആൻഡ് സോക്കറ്റ് ജോയിന്റ് വരുന്നത്. ആനയുടെ സ്പൈനാണ് ഏറ്റവും സ്പൈൻ്റെ എല്ലാം ഇടില്ലേ, നമ്മുടെ വെർട്ടിബ്ര എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് പോകും. ഇതൊരെണ്ണം. പിന്നെ കണ്ടോ, ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് ബാക്കറ്റിലെ ഫേക്ക് ജോയിന്റിൽ ഇങ്ങനെ ഇട്ടിട്ട് പോകും. L1 L2 എന്നൊക്കെ പറയാം. എക്സാക്ട്ലി. ഇതിങ്ങനെ താഴോട്ട് അടിപൊളി. ഡോക്ടർ എക്സൈറ്റഡ് ആയി. അതെ, ഇത് ഇച്ചിരി സ്ട്രോങ്. ടെയിൽ ബോൺ. ഇവിടെ നമുക്ക് സേക്രോക്സിജൽ ജോയിന്റ് ലാസ്റ്റ്. അതാണ് ഇച്ചിരി വലിയ സ്പൈനാണ്. നമ്മളെ ബാക്കി ടെയിലിന്റെ ബാക്കി വരണം. ബൈക്ക് ഓടിക്കുമ്പോൾ വേദനിക്കുന്ന പാർട്ട്. നമുക്ക് വെസ്റ്റിജൽ ടെയിലാണ് കോക്സിക്സ് എന്ന് പറഞ്ഞ് വരുന്നത്. അടിപൊളി. അടിപൊളി. ഒരുപാട് സമയം നടന്നെങ്കിലും വേറെ അനിമൽസിനൊന്നും ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയില്ല. പക്ഷേ ബേർഡ്സ് ഒരുപാടുണ്ട്. പലതരത്തിലുള്ള ബേർഡ്സിൻ്റെ സൗണ്ടും പലതരത്തിലുള്ള ബേർഡ്സ് പറന്ന് കിടക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതൽ കണ്ടത് റാക്കറ്റ് ടെയിൽ ഡ്രോങ്കോസിനെയാണ്, നമ്മുടെ ആനറാഞ്ചി പക്ഷി. ഏകദേശം 10,000 റുപ്പീസാണ് ഈ ഒരു ഐലൻഡ് നെസ്റ്റിലെ സ്റ്റേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ഇതിൽ ഫുഡ് ഇൻക്ലൂഡഡ് അല്ല. ചെക്കൗട്ട് ടൈം രാവിലെ 9:30 റാക്കറ്റ് ടെയിൽ ഡ്രോങ്കോയുടെ സൗണ്ടാണ് കേട്ടത്. ഇവൻ ആളൊരു മിമിക്രിക്കാരനും കൂടിയാണ്. പോച്ചിങ്ങും മരം വെട്ടൊക്കെ തടയാനായിട്ട് ഫോറസ്റ്റിലെ വാച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വാച്ച് ടവറാണിത്. അത് ഓപ്പണാണ്. ട്രെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടി തിരിച്ചെത്തുമ്പോഴാണ് ഞങ്ങൾ വേറൊരു കാഴ്ച കാണുന്നത്. ഓപ്പോസിറ്റ് കാണുന്ന റിവർ ബാങ്കിൽ ഒരുപാട് അനിമൽസ് വെള്ളം കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ കൂടുതലായിട്ട് കാണുന്നത് മ്ലാവിനെയാണെങ്കിലും ഞങ്ങൾ നോക്കുന്ന സമയത്ത് കാട്ടിയും പുള്ളിമാനും ഒക്കെ ഉണ്ടായിരുന്നു ഒരേ സ്ഥലത്ത് വെള്ളം കുടിക്കാനായിട്ട്. തൊട്ടിപ്പുറത്തായിട്ട് വെള്ളത്തിൽ എന്തോ അനങ്ങുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് സൂം ചെയ്ത് നോക്കുമ്പോൾ ഒരാന നീന്തി ഇത് ക്രോസ് ചെയ്ത് പോവുകയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ആന നീന്തുന്നത് നേരിട്ട് കാണുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സംഭവം നടക്കുന്നത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഒരുപാട് ദൂരെയായിപ്പോയി. ഒരു ടെലിലെൻസ് ഫുൾ സൂമിൽ വെച്ച് ഷൂട്ട് ചെയ്ത വിഷ്വൽസാണ് ഈ കാണുന്നത്. ആഴം കൂടിയ സ്ഥലത്തെത്തിയപ്പോൾ ആന കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിനടിയിൽ മുങ്ങിയിട്ട് തുമ്പിക്കൈ മാത്രമാണ് പുറത്തുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് ടൈം എടുത്ത് ആന പതിയെ നീന്തി റിവർ ബാങ്കിലേക്ക് കയറി. അങ്ങനെ ആന പതിയെ നടന്ന് കാട്ടിലേക്ക് കയറിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് നെസ്റ്റിലേക്ക് പോയി ബാഗെല്ലാം പാക്ക് ചെയ്ത് തിരിച്ചിറങ്ങി. ഇനി തിരിച്ചുള്ള യാത്രയിൽ ബോർ അടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളും കണ്ട് ബോട്ട് തുഴയുന്ന ചേട്ടന്മാരുടെ കഥകളും കേട്ടു പോകാം.
ഒറ്റ അടിക്കപ്പോൾ ചിലപ്പോൾ കൊന്നു കളയും. ഇങ്ങനെ ആ പുലിയും കടുവയും. കടുവയിന് ഇങ്ങനെ ഏറ്റവും കൂടുതൽ അടിക്കുന്ന മ്ലാവിനെയാണോ അപ്പോൾ? ഇല്ല ഈ കാട്ടുപോത്ത് കടുവ അടിക്കുന്നത്. കടുവ കാട്ടുപോത്ത് ആന കുഞ്ഞിരിക്കാം ആന മ്ലാവ് ഇവരടിക്കും. പുള്ളിമാനെ പിടിക്കുന്നു. പുള്ളിമന തകയില ശരി അതെന്താ? 2 ചപ്പാത്തി തിന്നും പോലെ ഉണ്ടാവും. അത് സാർ പിടിക്കില്ല മാന്തി വെച്ച് പുഴുവാകും സാർ. പുഴു ഇരിപ്പുണ്ട് കേട്ടോ. അതങ്ങനെ കണ്ടു പൊതിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം കഴിയുമ്പോഴേക്ക് ഇത് ചീല വന്ന് ഒന്ന് കടിച്ചു നോക്കും. ഇത്തിരി ബലങ്ങുന്ന പിന്നെ തൊടില്ല, പിന്നെ മാറ്റുന്നു. പിന്നെ ചിലത് ഇങ്ങനെ കടിച്ച് എടുത്തോണ്ട് പോകും സാർ. ഈ കാട്ടുപോത്തിനെ ഇവിടെ പിടിച്ചിട്ടേ ഇങ്ങനെ സൈഡിൽ കൂടി വലിച്ചുകൊണ്ട് പോകും. ആ വലിച്ചോണ്ട്. ഇത് കൊന്നിട്ടിരിക്കുമ്പോ വേറെ ജീവികളൊന്നും വന്ന് തിന്നത്തില്ല. അത് അടുത്ത് വരില്ല സാർ. അടുത്ത് വരില്ല. ഇത് അടുത്ത് തന്നെ കാണും. അടുത്ത് തന്നെ കാണും. പക്ഷെ അവൻ അടുത്ത് വിടില്ല. അവനെ കാണുമ്പോൾ തന്നെ മറ്റവരെല്ലാം പേടിയല്ലേ. അതിൻ്റെ അത് പുഴു ഭയങ്കര പുഴുണ്ടാവും. എന്നിട്ടാണ് തിന്നും. അഴുകിയിട്ടല്ലേ? അഴുകണത് അത് സ്കിന്ന് സോഫ്റ്റ്. അത് ചുമ്മാ അതിങ്ങനെ നാക്കൊണ്ട് ഇങ്ങനെ തടവുമ്പോ തന്നെ കുറെ ഭയങ്കര ബലമല്ലേ നാക്കിൽ മൊത്തം. 35 കിലോ തിന്നും. ഒരു മാൻ എത്ര 20-25 കിലോ വരും? 50 കിലോ തരും. അല്ല ചെറിയ പുള്ളിമാൻ. പുള്ളിമാനൊക്കെ 35-25 അത്രയും വരും. ഒരു 3 ആന കുട്ടീനെ ഈ രണ്ടെണ്ണത്തിനെ കൊന്ന് കടുവ നമ്മൾ ഇവിടെ വച്ചിട്ട് ഒരു ആന കൂടി തുമ്പിക്ക് ഇങ്ങനെ കട്ടായി അടിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ വലിച്ചുകൊണ്ട് വന്ന് ഈ പാറിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് വെട്ടിമിന് കാട്ടിന് കൂടി. ഡോക്ടർ അതിന്റെ സ്ട്രൈക്ക് ഫോഴ്സ് എത്രയെന്ന് അറിയോ? 1000 PSI ആണ്. നമ്മളെ അടിച്ചാ വീണ് നമ്മളൊക്കെ കൊതുപോലെയാണ് സാർ അവന്റെ കൈക്ക് ഇങ്ങനെ ഏറി പിടിച്ചിട്ട് വന്ന് കൊടുക്കും താഴേക്ക് വീഴോ? ആ പിന്നെ കമ്മു പോലെ 10 മിനിറ്റൊക്കെ അങ്ങനെ ഞങ്ങൾ നേരെ കണ്ടിട്ടുണ്ട്. എണീറ്റ് പോകും. ഞങ്ങൾ ഇഷ്ടം പോലെ കണ്ടല്ലോ സാർ. കണ്ടിന്യൂസ് പല കാലം ഉറക്കമാണല്ലോ. തേനൊക്കെ ശേഖരിച്ച് വെച്ചിട്ട്. തേനും ഈ ചെതിരാണ് അവന്റെ തീറ്റ. പിന്നെ ഈ ഇവിടെ പുറത്ത് മാത്രമേ ഉള്ളത്. ആ സമയത്തൊക്കെ ഹൈബർനേഷൻ ഇവിടെ ഇല്ല അല്ലേ? പോളാർ മാത്രമല്ല, മഞ്ഞുകാലത്ത് ഉറങ്ങും. ഇവിടത്തെ വലിയ സൈസ് എത്ര വരും? നമ്മുടെ ഒരാളുടെ സൈസ് വരും. സാറിന്റെ ഹൈറ്റ് കണിച്ച് നിൽക്കും. ആ ഇങ്ങനെ 2 കൈ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എന്നിട്ട് ഫസ്റ്റ് അടിക്കുന്ന നമ്മുടെ മുഖമാണ് അടിക്കുന്നത്. അവൻ അടിക്കും. ആ ചിലവർ പറയും കടി വന്നല്ലേ ഇങ്ങനെ കൈയും കട്ടിട്ടും ശ്വാസം വിടാണ്ട് കറന്ന് വന്ന് മണത്ത് നോക്കിയിട്ട് പോയി കളയും. ആ അപ്പൊ അവർക്ക് നല്ല താപ്പാണ് ഇങ്ങനെ മാന്താൻ. ചില അങ്ങനെ കിടക്കണ്ട, അത് വെറുതെയാണ്. കരടി വന്ന ചെറിയ മരങ്ങളില്ല സാർ, അതിലെ കയറിയാൽ പിടിക്കാൻ പറ്റില്ല. അതിനെ പിടിച്ചു കയറാനല്ലേ. പിന്നെ ആ മരുന്നൊക്കെ കടിക്കും, കടിച്ചു പൊറിച്ചിടും. ഭയങ്കര ദേഷ്യം വരും ആ സമയത്ത്. ആക്രമിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് പറ്റില്ല, മരത്തിലുള്ളപ്പോ നമുക്കൊന്നും ഒന്നും ചേരാ ഒന്നും അത് അടിയേൽക്കില്ല സാർ. അത് മുടി അത്രയും മുടിയല്ല. ബഹളമിട്ട് ഒരു ഐഡിയ ഉണ്ട്. ഇല്ല സാറേ, ഒറ്റ ബഹളമിട്ട് ചിലത് ഓടിക്കളയും. ചില വില്ലന്മാരാണ് നമ്മുടെ അവിടേക്ക് ഇന്നൊക്കെ വരും. ആന ഉച്ചടുക്കുമ്പോൾ എടുത്ത് വരും. ചതിയണ്ണാണ് സാർ കരടി. നമ്മളെ മുന്നിൽ വിട്ടിട്ട് ബാഗിൽ പെട്ടെന്ന് നമ്മുടെ മേൽ ചാടും. ബാഗിൽ കുഴി മാന്തിട്ട് കുഴിൻ്റെ ഉള്ളിൽ കിടക്കും. നമ്മൾ ഈ ചില വഴിക്കൊക്കെ പോണ ശ്രമിച്ച് കുഴിൻ്റെ ഉള്ളിൽ മുണ്ടാണ്ട് കിടക്കും. നമ്മൾ മുന്നിൽ പോയി ബാക്കിലാണ് ഒച്ചയായിട്ട് ചാടി ചാടും. ആ കരടി കാട്ടി കിട്ടിയ പ്രശ്നമാണ്. ഒരാളൊക്കെ പോകുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടാണ്. ഒരാൾ രണ്ടാളൊക്കെ പോകുമ്പോൾ പിന്നെ നമ്മൾ ധൈര്യം നിൽക്കണം, എതിർത്ത് നിൽക്കണം. അവൻ്റെ എന്നാലും വരും, ഈ പട്ടി കടിക്കാൻ പോലെയാണ് വരും. ആ സമയം നമ്മൾ ഭയപ്പെട്ട ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ ഓടിക്കണം. പിന്നെ പോയെന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരും. നമ്മുടെ അവിടെ വളഞ്ഞ് തിരിച്ചു വരും. ഒരു 7 ട്രിപ്പ് തിരിച്ച് വരും നമ്മുടെ അവിടെ. പിന്നെ പോയിക്കളയും. അവനാണ് ഞങ്ങൾക്കൊക്കെ പേടി. അതാണ് കരടിക്കാണ്. പുലിക്ക് മറ്റേ ആനയ്ക്ക് രാജവേമ്പലക്കൊക്കെ പേടിയില്ല, കരടി മാത്രം.
കരടി മാത്രമേ പേടി. ആ സാർ പെട്ടെന്ന് നമ്മുടെ മത്തി ചാടും സാർ. ചാടികളെ. ഇവിടെ ടൈഗറുണ്ട് സാർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇതിനിടയിലുണ്ട്. എവിടെ കിടന്നു? വെള്ളം ഉണ്ടായിരുന്ന സമയത്താണ്. പാറയിന്റെ ചേർന്ന് മണല്ലേ ആ. ഈ ബാലിങ്ങനെ കാണിച്ചിട്ട് കിടക്കുന്നു. അടുത്ത് പോയി വഴി നോക്കുമ്പോൾ ഞങ്ങൾ നോക്കി ഇങ്ങനെ കിടക്കുന്നു. പിന്നെ എണിച്ച് നിന്ന്. പറമ്പിക്കുളത്തെ ഒരു ലെജൻഡ് ആയിട്ടുള്ള വാച്ചർ ശ്രീനിവാസിനെ പറ്റിയാണ് ഇവർ ഈ പറയുന്നത്. സാറിന്റെ അവിടെ ഒരു കാല് വെക്കും. നല്ല സ്പീഡ്. ആ നല്ല സ്പീഡ്. അപ്പൊ ഇങ്ങനെ നടന്നു പോകും കാട്ടിൽ. നടന്നു പോകും. എത്ര ദിവസം ഉണ്ടാവും പുള്ളി കാട്ടിലൊക്കെ? പുള്ളി ഒറ്റയ്ക്ക് പോകും സാറേ, പറയാൻ എപ്പോഴും പോകുന്നത് എപ്പോഴും എങ്ങനെ ഇരുന്നിട്ട് തന്നെ അപ്പം തന്നെ പോയിട്ട് വൈകുന്നേരം വരും. വൈകുന്നേരം ഈ ബംഗോളി മല സാർ അവിടെ ഇരുന്നിട്ടേ സമയം 6:15. അതാണ് ബംഗോളി. ആ ബംഗോളി മലയാണ്. അപ്പൊ ഞങ്ങൾ അവിടെ പോയി റാൻ ജാക്കപ്പെട്ട് എന്ന് പറഞ്ഞ ആള് രണ്ടാൾ അവിടെ പോയിരുന്നു. ഈ ബാച്ചന്മാർ കൊടുത്ത് ഗൈഡുമാർ പോയി ഒരാഴ്ചക്ക് ഇരിക്കണം പറഞ്ഞ് ഞങ്ങൾ പോയി. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് കള്ളിപ്പാറിൽ നിന്ന് അങ്ങോട്ട് പോയി അവിടെ താമസിച്ചു. അപ്പൊ 5ാം കോളനിയിൽ 2 പിള്ളേർ വന്നു. അവർ വന്ന് പറഞ്ഞ് ഈ തണൽക്ക് മേൽ பார்த்து ലോക്കൽ പാറ എന്ന് പറയും. മഴ കൊണ്ട് ലോക്കൽ തട്ടിയിട്ട് കയറ്റി വന്ന പാറ. അവിടെ 2 പുലി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട വർഷം ഒറ്റയ്ക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ സമയം 6:15. അപ്പോൾ എൻ്റെ അടുത്ത് വേണ്ട ശ്രീനിവാസ 6:15 നീ സമയം നീ ഒറ്റയ്ക്ക് എങ്ങനെ അന്ന് വാച്ച് നോക്കിയോ 6:30 ഞാൻ പറമ്പോഴത്തെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതേ മാറി സാർ കൃത്യം 15 മിനിറ്റ് കൊണ്ട് അവൻ ഇവിടേക്ക് എത്തി. ഈ 2 പുലി ഞാൻ ഫോട്ടോ കൊടുത്തു. കൃത്യം 6:30 മണിക്ക് വിളിക്കുന്നു. നാം ചൊന്ന ടൈം പാത്ത് കാണാമെന്ന് പറഞ്ഞു. പിറ്റേ വെച്ച് ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ശരിയാണ് ഫോട്ടോ കാണിക്കുന്നത്. 2 പുലി പാറപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര സ്പോട്ടാണ് ഇന്ന് വെച്ചാൽ. ഇതിന്റെ മുകളിൽ കയറും നിങ്ങളല്ലേ? മോള് വരെ ജീപ്പ് പോകും സാർ. വഴിയുണ്ട്. ആ വഴി ഞങ്ങളാണ് ഉണ്ടാക്കിയത്. റോഡ് ഉണ്ടാക്കിയത്. മുഴുവൻ വഴിയിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ അല്ലേ? പോകാൻ വേണ്ടി അതൊരു സൗകര്യം. എല്ലായിടത്തും ഇത്രയും വഴിയില്ല. പിന്നെ സാർ എന്തറിയാ അവിടെ താമസിച്ചാ എല്ലാ ദിവസവും അല്ല ചില സമയത്ത് ഒരു 5:30-5:45 ഈ ഇവിടുത്തെ ഒരു വെയിൽ വരും സാർ. ഈ സൂര്യൻ മറയ നേരത്തേക്ക്. അപ്പം ഈ ടൈഗർ എവിടെ നിന്നാലും വന്നിട്ട് പാറപ്പുറത്ത് ഇതിങ്ങനെ മലന്ന് കിടക്കും. കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കും. അന്നൊക്കെ ക്യാമറ ഇല്ല സാർ. അവിടെ ക്യാമ്പ് സെറ്റ് ഉണ്ടോ? ആ ക്യാമ്പ് സെറ്റ് ഉണ്ട്. വാച്ചർമാരുണ്ട് 2 അതിന്റെ മുകളിൽ ബംഗാളിയുടെ മുകളിൽ. ഇപ്പോഴാണ് ക്യാമറ ഒക്കെ വന്നിരിക്കുന്നത്. അന്ന് ഒന്നുമില്ല സാർ. ഞങ്ങളൊക്കെ ഫ്രീയെ കാണും ഈ ടൈഗറിനെ. ഈ മറ്റേ വരയാടിയില്ലേ സാർ അതിനൊക്കെ പിടിച്ച് തിന്ന് അതിൻ്റെ കുളമ്പൊക്കെ അതിൻ്റെ കാടത്തിൽ പുറത്ത് വന്ന് കിടക്കും. ഞങ്ങളെടുത്ത് നോക്കും. അങ്ങനെയുള്ള സ്ഥലമാണ് ബംഗോളി. പക്ഷെ ഒരുത്തനുണ്ട് എന്നൊക്കെ ഒറ്റ പഠിക്കണം. ഞാനൊക്കെ വിളിച്ചു അത്ര വലിയ ടൈഗറുണ്ട് അതിൻ്റെ ഉള്ളിൽ അവിടെ ആ ബംഗോളിയിൽ. അത് ഈ മുളക് പോലെ ഒച്ചെടുക്കും ചെറിയ കടുവ. മുളക് ഒച്ചടിക്കില്ല അതേപോലെ ഒച്ചെടുക്കും. പക്ഷെ ഒരേ ഒച്ച ഉണ്ടാവുള്ളൂ, പിന്നെ ഉണ്ടാവില്ല. അതേ വിളിക്കാണ് ഈ മ്ലാവനൊക്കെ ഒച്ച എടുത്തിട്ട്. വീട്ടിക്കുന്നിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഇനിയും വൈൽഡ് ലൈഫും ട്രാവലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. See you soon with the next one. Until then, adios amigos.